നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്കിളെ പറഞ്ഞോ, ആശുപത്രിയിൽ എങ്ങനെയുണ്ട്? കിരണേ, അവൻ ചാകാതെ ഒരു കണക്കിന് നന്നായെന്നാ തോന്നുന്നേ. ജീവച്ചവെന്ന് കേട്ടിട്ടില്ലേ? അവൻ അക്ഷരാർത്ഥത്തിൽ ജീവച്ചവമായിപ്പോ. അവൾ ആശുപത്രിയിലുണ്ട്, പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ അവൾ മടുക്കും. അത് മതി. അവൻ തട്ടിപ്പോയിരുന്നെങ്കിൽ അന്വേഷണം വരുമായിരുന്നു. ഇതിപ്പോ അതിന്റെ ഇടകൂടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. അതെ അതെ. പിന്നെ അപർണ എന്ത് പറയുന്നു? അവള് പെട്ടെന്നുണ്ടായ ഒരു ഷോക്കിന്റെ ഓളത്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, 2 ദിവസം കൂടി ഇരുന്ന് കഴിയുമ്പോ തന്നെ അവക്ക് മടുക്കും. അവന്റെ ഈ ഒരു അവസ്ഥ നമുക്ക് മുതലെടുക്കണം. യാമിനി ആന്റിയുടെ ഒക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കണം. ഇനി അങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ഒന്ന് സമാധാനത്തിരിക്കും. നമ്മൾ വിചാരിച്ച രീതി തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. ഓക്കെ. ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്മ, ബാലുവിന് ഒന്നും ഓർമ്മയില്ല. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി. മോനെ, അമ്മയെ മനസ്സിലായില്ലേ? നിന്റെ അമ്മയാണ്. എനിക്കെന്നെ അറിയില്ല മോനെ. ആരാ? മോനെ, എന്റെ കൈ പിടിച്ച് തൂങ്ങി നടന്നത്, എന്നോട് കുറുമ്പ് കാണിച്ചത്, എന്നോട് വാശി പിടിച്ചത്, എടാ എനിക്കൊന്നും ഓർമ്മയില്ലടാ. എന്റെ അമ്മ മോനെ, എന്റെ സ്വന്തം അമ്മ. അയ്യോ, അമ്മ കരയാതെ. ഇത് കണ്ടിട്ട് എങ്ങനെയാ മോളെ കരയാണ്ടിരിക്കുക? ഞാനും കരഞ്ഞതാ അമ്മ. കണ്ണീരിന്റെ അവസാനം ഞാൻ തീരുമാനിച്ചു, ബാലുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നമുക്ക് ബാലുവിനെ മടക്കി കൊണ്ടുവരാം അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.